ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. എല്ലാവർക്കും സുഖാണോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. ഇന്ന് രാവിലെ തന്നെ മഴ കുറവായിരുന്നു. ഒരു 4-5 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. രാവിലെ ഫാസി വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് രാവിലെ തന്നെ ആളെ പണിയെടുപ്പിക്കുകയാണ്. പെട്ടെന്ന് മഴ, പിന്നെ വെയിൽ, പിന്നെ കാറ്റ്, ഇതുപോലെ കാലാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കൂലേ, ചേഞ്ചസ് വരൂലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫും. എപ്പോഴും ഒരേപോലെ ഉണ്ടാവില്ല. സങ്കടങ്ങൾ വരും, സന്തോഷം വരും, അതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമ്മുടെ ലൈഫൊന്നും മുന്നോട്ട് പോവില്ല. നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അതൊന്നും നടക്കാതെ വരും. അപ്പോഴൊക്കെ നമുക്ക് നല്ല സങ്കടം ഉണ്ടാവും. നമ്മുടെ പ്ലാനിനേക്കാളും അടിപൊളിയായിരിക്കും പടച്ചോൻ്റെ പ്ലാൻ എന്ന് പറയില്ലേ, അതുപോലെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും പടച്ചോൻ മറക്കൂല എന്ന് പറയുന്നില്ലേ, അതുപോലെ തന്നെയാണ് ചിലത് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഇരട്ടിയായിട്ട് നമ്മളെ തന്നെ തിരിച്ച് തേടിയെത്തും. ചിലതൊക്കെ നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫ്ലിപ്കാർട്ടിൻ്റെ കുറച്ച് കൊറിയർസൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് കുർത്തി സെറ്റായിരുന്നു, 2 പീസ് സെറ്റ്. അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കാം. ഈ ഒരു യെല്ലോ, ഡാർക്ക് പിങ്ക്, ഈ ഒരു ഷെയ്ഡിലുള്ള ഡ്രസ്സാണ്. ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. ഇതിലേക്ക് ടോപ്പ് പിന്നെ പാൻറ്റ് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് ഷോൾ ഞാൻ തന്നെ വെയർ ചെയ്തതാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റാണ്. പിന്നെ വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉമ്മയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇരാഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അകത്ത് ഫുഡ് കൊടുക്കുന്നത് ഭയങ്കര കുറവാണ്. ആൾ വീടിൻ്റെ അകത്തിരുത്തിയാൽ എന്തായാലും മൊബൈൽ ചോദിക്കും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും പുറത്ത് പോയിട്ട് കൊടുക്കും. അതാകുമ്പോൾ മൊബൈൽ അത്രയ്ക്ക് ചോദിക്കൂല. ബ്രഷൊക്കെ ചെയ്ത് കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വലിയൊരു സ്റ്റോറി ടെല്ലറായിട്ടുണ്ട്. കാരണം ഇവന് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ വായിൽ കിട്ടുന്ന എന്തെങ്കിലും ഒരു സ്റ്റോറി പറഞ്ഞു കൊടുക്കും. ഇറാഷ് എൻ്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് എൻ്റെ സ്റ്റോറിക്കൊക്കെ ഇത്ര ഡിമാൻഡ് ഉണ്ടെന്ന് മനസ്സിലായത്. നല്ല ഇൻട്രസ്റ്റിൽ കഥകളൊക്കെ കേൾക്കും. ഒരു ചെറിയ കുട്ടി നമ്മുടെ ലൈഫിൽ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആവും, നമ്മുടെ ലൈഫിൽ ഇത്രമാത്രം ചേഞ്ചസ് വരുത്തും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളൊരു ഉമ്മയായതിനു ശേഷമാണ്. ഒരു ചെറിയ കുട്ടി നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കും, നമ്മളെ പരിഗണിക്കും, നമ്മളൊരു വലിയ സംഭവമാണെന്ന് നമ്മളെ തന്നെ തോന്നിപ്പിക്കും. ഒരു പേരൻ്റ് ആയപ്പോഴാണ് നമ്മളിതറിയുന്നത്. അങ്ങനെ ഇരാഷിന് ഫുഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജസ്റ്റ് എൻ്റെ വീട് വരെ പോകാനുണ്ടായിരുന്നു. വീട്ടിൽ പോകാനായിട്ട് പെട്ടെന്ന് റെഡി ആവാണ്. ജസ്റ്റ് പോയി അപ്പം തന്നെ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല നെയ്പ്പത്തിരിയും ചിക്കനും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ റിട്ടേൺ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവാണ്. ഇതെന്താ എൻ്റെ കയ്യിൽ നിന്ന് മനസ്സിലായോ? ഉമ്മാൻ്റെ സ്നേഹം. ഉമ്മാൻ്റെ സ്നേഹം എന്ന് പറയാൻ കാരണം എന്താണെന്ന് മനസ്സിലായോ? പെൺമക്കൾ അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള മൊത്തം സാധനം കൊടുത്തില്ലെങ്കിൽ ഉമ്മമാർക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഫ്രിഡ്ജിലുള്ളതും കിച്ചണിലുള്ളതും എല്ലാ ഫുഡും ഉമ്മമാരെന്തായാലും മക്കൾക്ക് വേണ്ടി കരുതി വയ്ക്കും. ഇനി ഹസ്ബൻഡ് വീട്ടിൽ പോയിട്ട് എന്തൊക്കെ കഴിച്ചാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഉമ്മമാരുടെ വക ഒന്ന് കരുതി വയ്ക്കും. അത് തന്നില്ലെങ്കിൽ അവർക്ക് എന്തായാലും ഒരു മനസ്സിന് റാഹത്തുണ്ടാവില്ല. അതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.